പ്രൈസ് ദി ലോർഡ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു നിന്നു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കണത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളതെന്ന്. തീ ഇറങ്ങി. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീ ഇറങ്ങി. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങിയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീ ഇറക്കാൻ കഴിയത്തില്ലേ? ഇറങ്ങത്തില്ലേ? അതുപോലെ പ്രാർത്ഥനയായിരിക്കണം. ശലോമോൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. നമുക്ക് 6:11 കാണുന്നുണ്ട്, 18 കാണുന്നുണ്ട്. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോട് കൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലേ? ഇല്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ എങ്ങനെ അടങ്ങും? ഇപ്പോൾ ശലോമോനോ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഒക്കെ ഒത്തിരി ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും തീ ഇറങ്ങി, പെട്ടകം കൊണ്ടുവന്നപ്പോഴും തീ ഇറങ്ങി, സമാഗമന കൂടാരത്തിലും തീ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതു നേരത്ത്, ഏത് സ്ഥലത്ത്, ഏത് സ്ഥാപനത്തിൽ, ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ തീ ഇറങ്ങുമെന്നാണ് ഈ വചനം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയുടെ തേജസ്, ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ദൃശ്യമായ സാക്ഷാത്കാരമാണ് ഈ ശലോമോൻ കണ്ടത്. അപ്പം നമ്മളെ കാണുന്നുണ്ട് ദൈവിക ശോഭയെ അതിനെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ദൈവിക ശോഭയെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയും, ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയും, അത് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയും. ദൈവം ദൃശ്യമായി കാണിക്കുന്ന ചില സാക്ഷാത്കാരമാണെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നത്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 8:11 കാണുന്നുണ്ട്, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞതുകൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽക്കുവാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നോക്കിയാണ് ദൈവത്തിൻ്റെ